ഇന്നത്തെ കാലത്ത് ഈ ഐസിങ് ഷുഗർ ചെയ്യുന്ന കേക്കുകളുണ്ട്. അത് പക്ഷേ പേസ്ട്രി ആയിട്ടാണ് വരുന്നത്. ധാരാളമായി ക്രീം ചേർത്തിട്ടാണ്, ക്രീമി ആയിട്ടാണ് വരിക. ഇങ്ങനെയുള്ള കേക്ക് പേസ്ട്രി വാങ്ങിക്കാൻ കിട്ടും. ആ പേസ്ട്രി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പൊട്ടിച്ച് മുട്ടായി പോലെ വായിലിട്ടിട്ട് ഓടി കളിക്കാൻ പോകാൻ പറ്റില്ല. പേസ്ട്രി കയ്യിൽ തൊട്ട് കഴിഞ്ഞാൽ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കും. പിന്നെ നമ്മൾ കൈ കഴുകാൻ പോകേണ്ടി വരും. എങ്കിലും പുതിയ ആധുനിക കാലത്ത് വന്ന മെഷീനറിയുടെ വ്യത്യാസവും അതുപോലെ ഇതിൻ്റെ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ്, അത് ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് തന്നെ ആണെങ്കിൽ തന്നെ അത് നമ്മൾ ഉണ്ടാക്കുന്ന രീതി, അതിന് പ്രത്യേകമായിട്ടുള്ള മെഷീനറി ഉപയോഗിക്കുമ്പോൾ അതിന് ഉണ്ടായി വരുന്ന പ്രോഡക്റ്റിന്, അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റിന് വ്യത്യാസം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ കേക്കിൽ ഈ വ്യത്യാസം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ഹാൻഡ് ബീറ്റർ അല്ല, മെഷീനറി ആയിട്ടുള്ള ബീറ്ററും ഒക്കെ ഉണ്ട്. അങ്ങനെ മെഷീൻ വർക്കിലാണ് ഇതെല്ലാം ബീറ്റ് ചെയ്ത് ഒക്കെ എടുക്കുക. ക്രീമും അതിനകത്ത് പഞ്ചസാരയും ക്രീമും ഒക്കെ ചേർത്ത് ബീറ്റ് ചെയ്തൊക്കെ വരുന്നത് എല്ലാം മെഷീൻ വർക്കാണ്. അതിനാൽ തന്നെ അത് കൂടുതലായി സോഫ്റ്റായും ഫ്ലഫിയായും ഒക്കെ വരാറ് പതിവുണ്ട്. അത് കാരണമാണ് ഈ പേസ്ട്രിയൊക്കെ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഈ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മെഷീൻ വർക്കൊന്നും ധാരാളമായി ഉണ്ടായിരുന്നില്ല. എല്ലാം ഹാൻഡ് വർക്ക് തന്നെയായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ പണ്ടുകാലം മുതൽ തന്നെ ബേക്കിംഗ് ചെയ്യാറ് പതിവുണ്ടായിരുന്നു. അത് ഇന്നത്തെ പോലെയുള്ള ഇലക്ട്രിക് ഓവനും മറ്റുമല്ല. ബേക്കിംഗ് ചെയ്യാൻ വേണ്ടി വിറക് അടുപ്പ് തന്നെ ബേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കനൽ മേളിലും താഴെയും കനലായി ഇട്ടിട്ട് ബേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള അടുപ്പുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പണ്ട് മുതൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ ബേക്ക്ഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ബേക്ക് ചെയ്ത റൊട്ടി ആയിരിക്കും അവരുടെ പ്രധാന ഭക്ഷണം. അങ്ങനെയുള്ള ബേക്ക് ചെയ്ത റൊട്ടിയാണ് നമ്മളിപ്പോൾ കടകളിൽ നിന്ന് പിസ്സ എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കഴിക്കുന്നത്. അത് ബേക്ക്ഡ് റൊട്ടിയാണ്. അതിൻ്റെ മുകൾ വശത്ത് ക്രീമും മറ്റ് വെജിറ്റബിൾസും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നിരത്തി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്ന സാധനമാണ് ഈ പിസ്സ എന്ന് പറയുന്നത്. അത് യൂറോപ്യൻസിൻ്റെയൊക്കെ പ്രഭാത ഭക്ഷണമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ബേക്കിംഗ് എന്ന് പറയുന്ന സംഗതി പണ്ടുകാലം മുതൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന